ഫ്ലവേഴ്സിന്റെ പിൻബലത്തോടെ 24-ന്റെ പുതിയ സംരംഭം 24 സ്റ്റഡി അബ്രോഡ്. കൂടുതൽ വിവരങ്ങൾക്ക് വിളിക്കൂ 9001900156. ആശുപത്രിക്കാര് പോലീസിന്റെ പേരും അറിയിച്ചിട്ടുണ്ട്. അവര് മിക്കവാറും വരും. അപ്പോ സംശയം കണ്ണനെയാണെന്ന് പറയണോ അച്ഛാ? അങ്ങനെ പറഞ്ഞിട്ട് എന്താ മോളെ പ്രയോജനം? അവനും അവന്റെ കൂട്ടുകാരനും വക്കീല. അതുകൊണ്ട് കേസും വഴക്കുമായ അതിന്റെ പേര് നമ്മുടെ കയ്യിൽ നിന്നേ കാശ് പോകത്തുള്ളൂ. എന്നാലും പോലീസ് വരുമ്പോ സംശയമുള്ളവരുടെ പേര് ചോദിക്കുമ്പോ കണ്ണേട്ടന്റെയും അനന്തുവേട്ടന്റെയും പേര് പറയണം. അത് പിന്നെ വല്ല പൊല്ലാപ്പാവോന്ന എന്റെ പേടി. അച്ഛനും അമ്മാവനും കൂടി കണ്ണനെ കൊല്ലാനല്ലേ കൊട്ടേഷൻ കൊടുത്തത്? അതെ മോളെ, സാധാരണ കൊടുക്കുന്നതിനേക്കാൾ കൂടുതൽ കാശ് അഡ്വാൻസ് ആയിട്ട് കൊടുത്തേ. ഒരുത്തം വന്നായിരുന്നു, ഇരട്ട ചെങ്കരാണെന്നും പറഞ്ഞു. മാർക്കോ എന്നോ മാർക്ക് ലിസ്റ്റ് എന്നോ അങ്ങനെ എന്തോ ആയിരുന്നു അവൻ്റെ പേര്. എന്നിട്ട് അവർ പൈസയും വാങ്ങിച്ചോണ്ട് പോയതല്ലാതെ ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ഒരു കാര്യം ഉറപ്പാ, നമ്മുടെയൊക്കെ പിന്നാലെ കണ്ണന്റെ ചാരന്മാരുണ്ട്. അനന്തവും കൂടെ വന്നതോടെ കാര്യങ്ങളെല്ലാം മാറി മറിഞ്ഞിരിക്കുക. അനന്തവും ലേഖയും കൂടെ ഉപദേശിച്ചുകൊണ്ടാ ഇപ്പം മഹാലക്ഷ്മിയുടെ പേരിലേക്ക് കണ്ണനെല്ലാം മാറ്റാൻ പോകുന്നത്. അതല്ലേലും അങ്ങനെയാണല്ലോ അമ്മാവ. അനന്തുവേട്ടനും അയാളുടെ ഭാര്യയും എന്തു പറഞ്ഞാലും അയാൾ അതൊക്കെ കേൾക്കും. എന്നാലും അച്ഛനും അമ്മാവനും ഹോസ്പിറ്റലിലാന്ന് അറിഞ്ഞപ്പോ ഇത്രയും പ്രതീക്ഷിച്ചില്ല. വേണ്ട വേണ്ടോ, ഭയങ്കര വേദന. എവിടെയാണ് ശരിക്കും വേദനയെന്നും പറയാൻ പോലും പറ്റാത്ത അവസ്ഥയാ. അയ്യോ, വേദന സംഹാരിയുടെ എഫക്റ്റും പോയി. ഇനി ഒന്ന് നിവർന്നു വരണമെങ്കിൽ സമയം കുറേ എടുക്കും. ഒരു 2 ആഴ്ച തോമസ് വൈദ്യന്റെ വീട്ടിൽ പോയി കിടന്നാലേ ആ പഴയ പടി ആവത്തുള്ളൂ. ഒരിക്കലും വേണ്ട അച്ഛാ. കണ്ണനും ലക്ഷ്മിയും പിന്നെ അനന്തവും അയാളുടെ ഭാര്യയൊക്കെ തോമസ് വൈദ്യനുമായിട്ട് നല്ല അടുപ്പോ. എന്ന് മാത്രമല്ല, ലക്ഷ്മിയുടെ ചരിത്രവും കണ്ണേട്ടന്റെ ചരിത്രവും ഒക്കെ ഇപ്പൊ തോമസ് വൈദ്യന് നല്ല തറവായിരിക്കും. അതുകൊണ്ട് അച്ഛൻ അവിടുത്തെ ചികിത്സ കഴിഞ്ഞ് വരുമ്പോ വീൽ ചെയറിലായിരിക്കും വരുന്നത്. അതിവള് പറഞ്ഞ ശരിയാ. കണ്ണേട്ടന് അങ്ങേര് തന്ന മരുന്ന് അതേപടി ഉള്ളിൽ ചെന്നിട്ടില്ലെന്ന് അയാൾക്കറിയാം. അതിന്റെയൊക്കെ കാരണക്കാരൻ നമ്മളൊക്കെയാണെന്ന് അയാൾക്കും അറിയാം. അതിന്റെ പ്രതികാരം എന്തായാലും അയാൾ തീർക്കാതിരിക്കില്ല. ഇറങ്ങും പോണ്ട, ഇവിടുത്തെ ചികിത്സ മതി. അതുകൊണ്ട് മാറുന്നെങ്കിൽ മാറട്ടെ. ചരിഞ്ഞ് കിടക്കാനും വയ്യ, പലർന്ന് കിടക്കാനും വയ്യ, കമന്ന് കിടക്കാനും വയ്യ. വല്ലാത്തൊരു ദുർവിധിയായിപ്പോയി. ഈ പണി അറിയാവുന്നവൻ തന്നെയാ ചെയ്തേ. അമ്മേ.